ഞാനേ നിങ്ങളോടൊരു കഥ പറയട്ടെ. ഒരു 5 വർഷം മുന്നേ, അതായത് 2021 ജൂലൈ 29 ഞാൻ നമ്മുടെ തൃശ്ശൂരുള്ള ജില്ലാ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആണ് കേട്ടോ. 28 അഡ്മിറ്റായി, 29 ഡെലിവറി പറഞ്ഞേക്കണേ. അപ്പൊ എൻ്റെ കൂടെ ഡെലിവറിക്ക് ഒരു 12 പേരുണ്ട് കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റു, ബെന്നും ചായയൊക്കെ കുടിച്ചു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മുടിയൊക്കെ 2 വശത്തേക്ക് മെടഞ്ഞു കെട്ടി വെള്ള ഷർട്ടും വെള്ള മുണ്ടൊക്കെ എടുത്തിട്ട് ലേബർ റൂമിലേക്ക് പോവാണ് വയറ് കഴുകാൻ. കൂടെയുള്ളവർക്ക് പലർക്കും വേദനകൾ ഇങ്ങനെ വന്നു തുടങ്ങി. എല്ലാവരും ഇങ്ങനെ വേദന എടുത്ത് കുറച്ചുപേര് കിടക്കണു, കുറച്ചുപേര് നടക്കണു, കുറച്ചുപേര് ഇരിക്കണു, അങ്ങനെ. പക്ഷെ എനിക്ക് മാത്രം ഈ മരുന്ന് വെച്ചിട്ട് വേദന വരുന്നില്ല കേട്ടോ. എന്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. കുറെ പേര് എനിക്ക് മറ്റേ വിധി എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പണിയൊന്നും ചെയ്യാത്ത കാരണം എനിക്ക് എന്തായാലും ഓപ്പറേഷൻ ആവുള്ളൂ എന്നുള്ളത് കേട്ടോ. അപ്പൊ അതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നോടി. എനിക്ക് മാത്രം വേദന വരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ എന്റെ അമ്മ ലേബർ റൂമിന്റെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പൊ അമ്മ എല്ലാ സാധനങ്ങളും എടുത്തിട്ടാട്ടെ ഇരിക്കണേ. അതായത് പ്രസവത്തിന് വരുമ്പോ ആദ്യം ഒരു വാർഡ്, പ്രസവം കഴിഞ്ഞാൽ പ്രസവ വാർഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വാർഡാണ് കേട്ടോ. ഇതെന്താ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും ചോദിച്ചപ്പോ അമ്മച്ചി പറഞ്ഞു, ഇനി എന്തായാലും പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ വാർഡിലേക്ക് പോകുമല്ലോ, അപ്പൊ നമുക്ക് ഇവിടെ കിടക്കണ്ടല്ലോ. അപ്പൊ ഞാൻ ബെഡ് ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മേനെ ചീത്ത പറഞ്ഞു, അമ്മ എന്തിനും ബെഡ് ഒഴിഞ്ഞു, ഞാൻ ഇന്ന് പ്രസവിച്ചില്ലെങ്കിൽ നമ്മളിന്ന് എവിടെ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അമ്മച്ചി പറഞ്ഞു, നീ അങ്ങനെയൊന്നും പറയല്ലേ, പ്രാർത്ഥിക്കും, ദൈവത്തിനോട് പ്രാർത്ഥിക്കും, എന്നെ പ്രസവിക്കണം, അങ്ങനെയൊക്കെ ഒരു ഇതിൽ പറഞ്ഞു. അപ്പൊ എനിക്കും ഭയങ്കര ടെൻഷനായിട്ടാ. കൊറോണ കാലാണ്, ഞാനും എൻ്റെ അമ്മച്ചിയും മാത്രമുള്ള, വേറെ ആരും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടില്ല. തക്കുടൊക്കെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ലേബർ റൂമിന്റെ അവിടെ നിന്ന് നമ്മുടെ താഴത്തേക്ക് ഒരു സ്ലോപ്പ് പോലെ ഞാൻ ഇങ്ങനെ കുറേ നടന്നുട്ടാ. ഇങ്ങനെ കൈ വീശി ഞാൻ നടക്കുക. അപ്പൊ തക്കുടും ഒരു ഫ്രണ്ടും വന്നുട്ടാ. അപ്പൊ എനിക്ക് സംസാരിക്കുമ്പോ സങ്കടം വരിക. അതായത് എനിക്ക് എന്തായാലും ഓപ്പറേഷൻ ആവും എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ നടന്ന് തക്കുടിനോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഒരു സങ്കടമൊക്കെ വരുമായിരുന്നു കേട്ടോ. ആ സമയത്ത് തക്കുടുവിന്റെ ചേട്ടന്റെ ഭാര്യ, അതായത് എന്റെ ചേട്ടത്തിയമ്മ പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ആളും പ്രഗ്നന്റ് ആണ് കേട്ടാ. കാടും കുറച്ച് ദിവസങ്ങൾക്ക് വ്യത്യാസമുള്ളൂ. പക്ഷെ ആൾക്ക് പെയിൻ വന്നു. ആളിനെയും കൊണ്ട് ചേച്ചിമാര്, അതായത് തക്കുണ്ട വല്യമ്മയുടെ മക്കളൊക്കെ എത്തി. അപ്പൊ ആള് വരെ പെയിൻ വന്നിട്ട് വന്നു. ഞാൻ മാത്രം, എനിക്ക് പെയിൻ വരുന്നില്ല. അപ്പൊ ഞാനിത് എന്താ, ഇവിടെ ഒരു പെയിനും വരുന്നില്ല. ഞാൻ ഇങ്ങനെ നടക്കുക. ചേച്ചിമാര് വന്ന് വർത്താനം പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുക. പക്ഷെ ആരും പ്രസവിച്ചിട്ടില്ല കേട്ടാ. ഇവർക്കൊക്കെ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിലും ആരും പ്രസവിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോ എന്നെ ഒരു നേഴ്സ് വന്ന് വിളിക്കുകയാണ്. ഡോക്ടർ വിളിക്കുന്നുണ്ട്, PV ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ചേച്ചിമാരുടെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ വരാട്ടോ ചേച്ചി, PV ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് ചെന്ന് എൻ്റെ ടൈമായി, എനിക്ക് പ്രസവിക്കാനായത്. ഉണ്ണി ഇറങ്ങി വന്നു തുടങ്ങി. പക്ഷെ എനിക്ക് പെയിൻ ഇല്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഡോക്ടർ എന്ത് ചെയ്തു, ടൈമായി എന്ന് കണ്ടപ്പോ ആള് വെള്ളം പൊട്ടിച്ചു കളഞ്ഞു. അത് പൊട്ടിച്ചു കളഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ട് പെയിൻ അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ട്. അതൊരു ഏകദേശം ഒരു 2:30-2:45 സമയത്താണ് എന്റെ ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ പോണേ. ചെറുതായിട്ട് ഇങ്ങനെ പെയിൻ വന്നു തുടങ്ങി. പിന്നെ നമ്മുടെ കൺട്രോൾ ഇങ്ങനെ പോയി തുടങ്ങി. പിന്നെ കരച്ചിലും ബഹളവുമായി. അതായത് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ കുറെ കരഞ്ഞെന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ അപ്പച്ചനെ വിളിച്ചിട്ടാ കരഞ്ഞായിരുന്നേ, അമ്മേനെയും ദൈവത്തിനെയും തന്നെ. അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഓർമ്മയുണ്ട്, അപ്പച്ചനെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല കേട്ടാ, ദൈവത്തിനെ എങ്ങനെ വിളിക്കുക, അവർക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ, അപ്പച്ചനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനെ ഞാൻ അവസാനം ദൈവത്തിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് കറക്റ്റ് 4:04 ലേബർ റൂമിലെ നിശബ്ദതയൊക്കെ ഭേദിച്ചുകൊണ്ട് ഒരു കുഞ്ഞു കിളിനാദം കേട്ടു. എൻ്റെ ഡോക്ടറെ ആ കുഞ്ഞു കിളി എൻ്റെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞേ, ആൺകുട്ടിയാണിടുന്നത്. അത്ര നേരം ഉണ്ടായിരുന്ന നമ്മുടെ വേദനയും വിഷമവും ഒക്കെ എവിടേക്കാ പമ്പ കിടന്നേന്നറിയില്ല. ആ ചിറകടിച്ചുയർന്ന ആ കുഞ്ഞു കിളിക്ക് ഇന്ന് 5 വയസ്സായി.